നമസ്കാരം, ഞാൻ രാജൻ വാര്യർ. അഷോർട്ട് പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് ടേം ഇൻഷുറൻസിനെ കുറിച്ചാണ്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ടേം ഇൻഷുറൻസ് വളരെ അത്യാവശ്യമുള്ളൊരു സംഗതിയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഫാമിലിക്ക് ഒരു ലംസമായിട്ടൊരു എമൗണ്ട്, അത് 50 lakhs ആവാം, അല്ലെങ്കിൽ 1 CR ആവാം, 2 CR ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുന്ന ഒരു പോളിസിയാണ് ടേം ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനാണ് ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ എല്ലാവർക്കും അത് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്തരം ആളുകൾ എന്ത് ചെയ്യണം, ഏത് തരം പോളിസികൾ എടുത്താണ് നമുക്കിതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ സ്ഥിരം പറയുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന ബിസിനസ് മ്യൂച്വൽ ഫണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ലോൺ സർവീസ്, അതുപോലെ ടാറ്റ ഏജിലേക്കുള്ള ഇൻഷുറൻസ് അഡ്വൈസേഴ്സിനെ, ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഒരു ടീമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇന്ന് പറയുന്നത് ടാറ്റ എയും മാക്സ് ലൈഫാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ടേം ഇൻഷുറൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ടാറ്റ എയ്ക്ക് സമ്പൂർണ്ണ രക്ഷാ സുപ്രീം എന്ന് പറയുന്ന ടേം ഇൻഷുറൻസ് പ്ലാനാണ് ഉള്ളത്. അപ്പോൾ ഈ ടാറ്റ സമ്പൂർണ്ണ രക്ഷാ സുപ്രീം എന്ന് പറയുന്ന പ്ലാൻ തനി പ്യുവർ ടേം ഇൻഷുറൻസ് ആണ്. അത് എടുക്കാനായിട്ട് ചില കണ്ടീഷൻസ് കൂടുതലാണ്. പൊതുവേ അതിനകത്ത് എഡ്യൂക്കേഷൻ ചോദിക്കും, അതുപോലെ ഇൻകം പ്രൂഫ് ചോദിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് എടുക്കാനായിട്ട് സ്മാർട്ട് സമ്പൂർണ്ണ രക്ഷാ സുപ്രീം എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനെ കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം. സ്മാർട്ട് സമ്പൂർണ്ണ രക്ഷാ സുപ്രീം എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് പ്ലാൻ തന്നെയാണ്. സ്മാർട്ടായിട്ട് നമുക്കൊരു കവറേജും ഒപ്പം അതിൻ്റെ ഒരു വെൽത്തും കൂടി ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എഡ്യൂക്കേഷൻ പാർട്ടൊന്നും ചോദിക്കുന്നില്ല. ഒപ്പം നമുക്കൊരു പുറത്ത് വിദേശത്തിരുന്നിട്ടും നമുക്ക് എടുക്കാം. മെഡിക്കൽ കാര്യങ്ങളൊന്നും വരുന്നില്ല. സാധാരണ ഒരു ഇൻഷുറൻസ് പോളിസി പോലെ നമുക്ക് എടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പറയണം. അല്ലാത്ത ആളുകൾക്ക് കമ്പനി പോയി മെഡിക്കൽ എടുക്കണം അങ്ങനെയുള്ള കണ്ടീഷനൊന്നും പറയുന്നില്ല. അപ്പോൾ അത് എടുക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വെൽത്ത്, യൂലിപ്പിലേക്ക് പോയി അതിൻ്റെ വെൽത്തും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കൊല്ലം, 5 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കാൻ വേണമെങ്കിൽ അങ്ങനെ 10 കൊല്ലമാണെങ്കിൽ 10 കൊല്ലം, 12 കൊല്ലമാണെങ്കിൽ 12 കൊല്ലം, അങ്ങനെ പല തരത്തിലും നമുക്ക് പ്രീമിയം പേയ്മെൻറ്റ് ടൈം തിരഞ്ഞെടുക്കാം. 30 വർഷത്തേക്കും അല്ലെങ്കിൽ 40 വർഷത്തേക്കുമാണ് മെച്യൂരിറ്റി പീരീഡ് കാലയളവ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 30 വർഷം എടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു യൂലിപ്പ് പ്ലാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ ഒരു ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ ആയിക്കോട്ടെ, അതിനകത്തെല്ലാം ഒരു 10 മടങ്ങാണ് അതിൻ്റെ ഒരു കവറേജ് ഉണ്ടായിരിക്കും ഇതിന് സംഭവിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന രീതിയിൽ. പക്ഷേ ഈ പ്ലാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പ്ലാനിൽ 25 ടൈംസ് നമുക്ക് കവറേജ് ഉണ്ട്. അതായത് 1 ലക്ഷം രൂപയാണ് ഒരു വർഷം അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ 12 വർഷം അടയ്ക്കുന്ന ഒരാൾക്ക് സാധാരണ 25 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട്. ഒപ്പം ആക്സിഡൻ്റൽ ഡെത്തിനും 12.5 ലക്ഷം രൂപയോളം ഉണ്ട്. ആക്സിഡൻ്റൽ പെർമനൻറ്റ് ഡിസബിലിറ്റിക്കും 12.5 ലക്ഷം രൂപ ഉണ്ട്. ഈ ഒരു ബ്യൂട്ടിയാണ് ഇതിനകത്തുള്ളത്. അതേസമയം ഫണ്ട് പോകുന്നത് ഈ മൊർട്ടാലിറ്റിക്കും പിന്നെ അങ്ങനെയുള്ള ചാർജസ് കുറച്ച് പിടിച്ചാൽ കൂടി നമുക്കിതിന് നല്ലൊരു ഫണ്ട് നമ്മുടെ യൂലിപ്പിലേക്ക് പോകുന്നു. ഇതൊരു 30 വർഷമാകുമ്പോഴേക്കും നല്ലൊരു റിട്ടേൺസ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. വളരെ നല്ല കോടികളുടെ ഒരു റിട്ടേൺസിലേക്ക് അത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ കമ്പനിയുടെ ഡോക്യുമെൻറ്റിൽ ഒരിക്കലും അത് കാണിക്കില്ല. 4%, 8% എന്നുള്ള റിട്ടേൺസ് തന്നെയാണ് കാണിക്കുക. അതങ്ങനെ നിയമപ്രകാരം കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് കാണിക്കുക. പക്ഷേ ആളുകൾക്ക് അത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ പാർഷ്യൽ വിഡ്രോവലുണ്ട്. സാധാരണ മറ്റ് യൂലിപ്പ് പ്ലാൻ പോലെ തന്നെ പാർഷ്യൽ വിഡ്രോവലുണ്ട്. എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞത് തന്നെയാണ്. വലിയൊരു മടങ്ങ് നമുക്ക് കവറേജ് സാധാരണ യൂലിപ്പ് പ്ലാനേക്കാളും സാധാരണ ലൈഫ് ഇൻഷുറൻസിനേക്കാളും നല്ലൊരു കവറേജ് കൂടുതൽ കിട്ടുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജാണ്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് മറ്റ് പ്ലാനുകൾ, അതുപോലെ പരംരക്ഷയോ അല്ലെങ്കിൽ സമ്പൂർണ്ണ രക്ഷാ സുപ്രീമോ, ഇതൊന്നും എടുക്കാൻ പറ്റാത്ത ഇൻകത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉള്ളവർക്ക് ഒരു വർഷം ഒരു 2 ലക്ഷം രൂപയോ മറ്റോ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടായിരിക്കും. 25 ലക്ഷം രൂപയുടെ ആക്സിഡൻ്റൽ ഡെത്തും പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടായിരിക്കും. ഒപ്പം അതൊരു വെൽത്തായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. വിദേശത്തിരുന്നിട്ടുള്ള ആളുകൾക്കായാലും സിമ്പിളായിട്ട് പോളിസി എടുക്കാമെന്നുള്ളൊരു അഡ്വാൻറ്റേജും കൂടിയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുകയാണ്. അപ്പം എല്ലാ ദിവസവും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതെല്ലാം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരിക്കൽ കൂടി നന്ദി.